ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ശാലിനി ശിവനോട് പറയുക, നീ എന്നെ അപകടാവസ്ഥയിൽ നിന്ന് രക്ഷിച്ചല്ലോ, ആ കടം ഇതോടെ തീർന്നു. ഇനി എന്നിൽ നിന്നും ഇതുപോലൊരു ആനുകൂല്യം കിട്ടുമെന്ന് നീ വിചാരിക്കണ്ട. ശിവനാണെങ്കിൽ ഒരു പരിഹാസത്തോടെ പറയുക, ശരി വരവ് വെക്കുന്നു, ഞാൻ ഇപ്പം പോകാം. പക്ഷേ പരുത്തിക്കുന്നിൽ നിങ്ങൾ കയറിയാൽ ആ നിമിഷം നിങ്ങൾ വിവരം അറിയും. ഇത് പറയുന്നത് ശിവനാണ്. അത് കേട്ടിട്ട് നമ്മുടെ വിഷ്ണു പറയുക, മോനെ ശിവ. ശാലിനിയെ അടുത്തോട്ട് ചേർത്ത് നിർത്തിയിട്ട്, എടാ ഇതെൻ്റെ ഭാര്യ, എൻ്റെ സംരക്ഷണ കവചം പൊട്ടിച്ച് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ അങ്ങോട്ടൊന്ന് ചെയ്യടാ, നീ ഒന്ന് ശ്രമിക്കടാ. ശ്രമിച്ചാലേ ഈ വിഷ്ണു ആരാന്ന് നീ ശരിക്കും അറിയും. അതേ പവറോടെ തന്നെ ശിവനും എന്നാ കാണാം എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും അംഗം കുറിക്കുന്ന പോലെ രണ്ടുപേരും ഇങ്ങനെ കൈകോർക്കുവാണ്. ഇതെല്ലാം അവിടെ വന്ന യസയും ശാലിനിയും കണ്ടോണ്ട് നിൽക്കുവാണ്. ശിവൻ ദേഷ്യത്തോടെ വിഷ്ണുവിനെ അങ്ങനെ നോക്കിയിട്ട് അവൻ്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് പോകുന്നുണ്ട്. ആ യസൈ അപ്പം ശാലിനിയോട് പറയുക, മേഡം അവനെ എനിക്ക് നന്നായിട്ടറിയാം, ഒരു പിടുത്തത്തിലൊന്നും ഒതുങ്ങുന്നവനല്ലവൻ. ഈ സമയത്ത് സ്കൂളിൽ പപ്പിമോളും സത്യമോളും വിഷ്ണുവിനെ കാത്തിങ്ങനെ നിൽക്കുവാണ്. എന്താ അച്ഛൻ വരാത്തത്? നമ്മളെ ഇന്ന് ബീച്ചിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞതാണല്ലോ, ഈ അച്ഛൻ മറന്നു കാണുമോ എന്നൊക്കെ ഇങ്ങനെ സത്യക്കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ സത്യ വരേണ്ട സമയം കഴിഞ്ഞല്ലോ, മിക്ക കുട്ടികളും പോയി കഴിഞ്ഞു. അപ്പോൾ രോഹിത്തിൻ്റെ കാർ അങ്ങോട്ട് വരുന്നുണ്ട്. പപ്പിമോള് പറയാ, ദോ വരുന്നുണ്ട്, ഇത് അച്ഛൻ്റെ കാറാണല്ലോ. രോഹിത്ത് അങ്ങോട്ട് വന്നിട്ട് സന്തോഷത്തോടെ പറയുക, രണ്ടുപേരും അങ്ങോട്ട് കയറിക്കോ, ഒരല്പം വൈകിപ്പോയി, അതെ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ടാണ്. പപ്പിയും സത്യയും മുഖം വീർപ്പിച്ച് ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുക. അത് കണ്ടിട്ട് രോഹിത്ത് ചോദിക്കും, എന്താ രണ്ടുപേരും മുഖം വീർപ്പിച്ച് നിൽക്കുന്നത്, വീട്ടിൽ പോകണ്ടേ? പപ്പി ഉടനെ പറയുക, ഞങ്ങൾ വരുന്നില്ലേ. വരുന്നില്ലെന്നോ? അതെന്താ? ഞാൻ വരാൻ വൈകിയത് കൊണ്ടാണോ? അത് ഞാൻ പറഞ്ഞല്ലോ, റോഡിൽ ബ്ലോക്ക് ആയതുകൊണ്ടാണെന്ന്. എനിക്ക് പെട്ടെന്ന് ഓടി വരാൻ പറ്റിയില്ല. സത്യ പറയുക, അയ്യോ ഞങ്ങൾ വരാത്ത അതൊന്നും അല്ല കാര്യം. രണ്ടിൻ്റെ നിപ്പ് കണ്ടിട്ട് എന്തോ വലിയ അന്താരാഷ്ട്ര പ്രശ്നമാണല്ലോ, രോഹിത് ഇങ്ങനെ മനസ്സിൽ പറയുക. പറ മക്കളെ, എന്താ പ്രശ്നം? നിങ്ങൾ പറഞ്ഞാലല്ലേ അത് പരിഹരിക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങളെ വിഷ്ണുവച്ചൻ ഇന്ന് വൈകിട്ട് ബീച്ചിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞതാ. സത്യം പറയാ, ഞങ്ങൾ അതുകൊണ്ട് അച്ഛനെ കാത്തു നിൽക്കുക. ഞങ്ങൾ അച്ഛനുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുക. അതെ, ആ ബീച്ച് അവിടെ നിന്ന് ആരും എടുത്തുകൊണ്ട് പോകില്ല. രോഹിത് പറയുക, അത് നാളെയും അവിടെ തന്നെ കാണും. നാളെ വിഷ്ണുവച്ചനെയും കൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പൊയ്ക്കോ. അതല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും ദിവസം പോയാലും കുഴപ്പമില്ലല്ലോ. ഇതാണോ വലിയ കാര്യം? ഞാൻ കരുതിയത് എന്തോ വലിയ അന്താരാഷ്ട്ര കാര്യമായിരിക്കുമെന്ന്. അതെ, വിഷ്ണു ബ്രോ തന്നെയാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് വാശി പിടിക്കാതെ രണ്ടുപേരും ഇങ്ങോട്ട് വന്നേ. അങ്ങനെ നമ്മൾ ചെല്ലുന്നതും കാത്ത് വിഷ്ണു ബ്രോ വീട്ടിൽ തന്നെ കാത്തു നിൽപ്പുണ്ടാവും. ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ബീച്ചിൽ പോകാനും പറ്റും. എന്തായാലും പോകാൻ സത്യ, അല്ലാതെ ഇനി ഇവിടെ നിന്നിട്ട് എന്ത് കാര്യം? അപ്പോൾ ചിരിച്ചോണ്ട് രോഹിത്ത് പറയാം, അതാണ് നല്ലത്, അല്ലാതെ ബീച്ച് ഇങ്ങോട്ടൊന്നും വരത്തില്ലല്ലോ. ഓ അച്ഛൻ്റെ ഒരു തമാശ എന്നിങ്ങനെ പപ്പി പറയുക. പിന്നെ എന്നോടൊപ്പം ബീച്ചിൽ വരാൻ നിങ്ങൾക്ക് പ്ലാനൊന്നും ഇല്ലല്ലോ? വരായിരുന്നച്ചാ, പക്ഷെ വിഷ്ണു അച്ഛനും കൂടെ വേണം, എന്നാലേ അതിനൊരു ഓളം ഉള്ളൂ. എന്നാൽ എന്തായാലും നമുക്ക് വിഷ്ണു അച്ഛനെയും കൂട്ടി ഇപ്പോൾ ഓളം ഉണ്ടാക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിനകത്തിട്ട് കയറി, വീട്ടിൽ ചെന്നിട്ട് നമുക്കെല്ലാം നോക്കാം എന്നും പറഞ്ഞ് രോഹിത്ത് കുട്ടികളെയും കൊണ്ട് കാറിൽ പോവുകയാണ്. ഈ സമയത്ത് യോഹന്നാൻ ഡെയ്സിയെ ക്വസ്റ്റ്യൻ ചെയ്യുക. ഡെയ്സി, നീ ഇത്രയും സമയം എവിടെയായിരുന്നു? അത് ഡേവിസ് പറഞ്ഞു കാണുമല്ലോ അപ്പ. അപ്പോഴവിടെ ആങ്ങളയ്ക്ക് വന്നതോ ദേഷ്യം. എടി, നീ അവനോടൊപ്പം കറങ്ങാൻ അവൻ നിന്റെ ആരാടി? ഡെയ്സി അങ്ങനെ ദേഷ്യത്തോടെ പറയാം, അത് ഇതുവരെ മനസ്സിലായില്ലേ? ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് അവനെ മാത്രമായിരിക്കും. അത് കേട്ടിട്ട് അവൻ ഡെയ്സിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചിട്ട്, എടി ഇത് തുടർന്നാൽ നിന്നെ കൊന്നുകളയും ഞാൻ, ഒരു കുഞ്ഞു പോലും അറിയില്ല. ഡെയ്സി ദേഷ്യത്തോടെയും കരഞ്ഞോണ്ടും പറയുക, എന്നെ കൊന്നാലും ഞാൻ ശിവന്റെ തന്നെയാണ്, അതിനി യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല. ഡെയ്സി അങ്ങനെ പറഞ്ഞത് ദേഷ്യത്തോടെ ആന്റണി അവിടെ കരണക്കുറ്റിക്ക് ഒരൊറ്റടി. അത് കണ്ടിട്ട് ഡേവിസ്, ആന്റണി ഇങ്ങോട്ടൊന്ന് മാറി നിന്നേ. വേണ്ട ആന്റണി, ഇങ്ങനൊന്നും ചെയ്യരുത്. സ്ത്രീകളോടും കുട്ടികളോടും ആക്രമണം പാടില്ലെന്ന വേദപാഠം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളത്. ആന്റണി എന്താ വേദപാഠ ക്ലാസ്സിലൊന്നും പോയിട്ടില്ലേ? പിന്നെന്തിനാ ഇങ്ങനെ വയലൻ്റായിട്ടൊക്കെ പെരുമാറുന്നത്? ഇത് വളരെ മോശമായിപ്പോയി, മോശം. അതും സ്ത്രീകളോട് ഒട്ടും പാടില്ല. ഡെയ്സി, എനിക്ക് ഡെയ്സിയോട് ഒരു വിരോധവും ഇല്ല. അങ്ങനെ വിരോധം കാണിക്കണമെങ്കിലേ എനിക്ക് ആ പാർക്കിൽ വെച്ച് കാണിക്കാമായിരുന്നല്ലോ. ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ലല്ലോ. ആന്റണി, നമ്മളുടെ ദൈവികമായ ഒരു കാര്യത്തിന് തീരുമാനമെടുക്കാൻ പോവുമല്ലേ, അപ്പോൾ മർദ്ദനമുറകളൊന്നും പാടില്ല. ആട്ടിൻതോലണിഞ്ഞ ചെന്നായാണല്ലോ ഇവനെന്ന് ഡെയ്സിക്ക് നല്ലതുപോലെ മനസ്സിലാവുന്നുണ്ട്. കർത്താവ് പറഞ്ഞിട്ടുള്ളത് എന്താ? പരസ്പരം സ്നേഹിക്കണമെന്നല്ലേ? ഞാനും ഡെയ്സിയും അതിനുള്ള ഒരുക്കത്തിലല്ലേ ആന്റണി? ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടല്ലേ ഇരിക്കേണ്ടത്? എന്തോ ഒരു പന്തികേടുണ്ട്, എന്തോ വലിയ രഹസ്യമാണ് ഇവർ മറച്ചു വെച്ചിരിക്കുന്നത് മനസ്സിലായിട്ട് ഡെയ്സി ചോദിക്കുന്നു, എന്താപ്പാ, എന്ത് ചടങ്ങാപ്പാ ഇവിടെ നടക്കാൻ പോകുന്നത്? ഉടനെ ഡേവിസ് ഡെയ്സിയോട് പറയാം, ഡെയ്സി, നമ്മുടെ മനസ്സമ്മതം എന്ന് നടത്തണമെന്നുള്ള തീരുമാനം എടുക്കാൻ പോവുക ഇന്ന്.
അതായത് ഉറപ്പിക്കൽ ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. അത് കേട്ട് ഡെയ്സി അങ്ങ് അമ്പരന്ന് നിൽക്കുക. യോഹന്നാൻ്റെ ആൻ്റണിയുടെ മുഖത്തൊരു വലിയ പുഞ്ചിരി. ഉറപ്പിക്കൽ ചടങ്ങ് നടത്താനുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ വരും ഡെയ്സി എന്നിങ്ങനെയൊക്കെ ഡേവിസ് പറയുവാണ്. എൽസമ്മയാണെങ്കിൽ വാതക്കൽ ഇങ്ങനെ ചെടികളൊക്കെ നനച്ചോണ്ടിരിക്കുക. അപ്പോഴൊരു കാറ് വരുന്നുണ്ട്. കാറിൽ നിന്നും ഫാദറാണ് ഇറങ്ങി വരുന്നത്. എൽസമ്മയുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് അങ്ങനെ ഫാദർ അകത്തോട്ട് കയറി ചെന്ന് യോഹന്നാനെ കാണുവാണ്. യോഹന്നാൻ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നു. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്ന് ഫാദറും പറയുന്നുണ്ട്. ഫാദർ അപ്പോൾ യോഹന്നാനോട് പറയുന്നു, യോഹന്നാൻ അപ്പം മകളുടെ മനസ്സമ്മതം അങ്ങ് നടത്താൻ തീരുമാനിച്ചു അല്ലേ? അതേ അച്ചോ, അതെന്തായാലും നന്നായി എന്നിങ്ങനെ ഫാദർ പറയുമ്പോൾ യോഹന്നാൻ പറയുക, എൻ്റെ കസിൻ സൂസന്നയുടെ മകനാ ഈ ഡേവിസാണ് എൻ്റെ മകളെ വിവാഹം കഴിക്കാൻ പോകുന്നത്. അങ്ങനെ ഫാദർ ഡേവിസിനെ ഒന്ന് നോക്കിയിട്ട് പറയുക, ഡേവിസെ, ദൈവം രൂപകൽപ്പന ചെയ്ത പവിത്രമായ ഒരു ഉടമ്പടിയാണ് വിവാഹം. വിവാഹം മനുഷ്യൻ കണ്ടുപിടിച്ചതല്ല, മറിച്ച് ദൈവത്തിൻ്റെ രൂപകൽപ്പനയാണ്. ഒരു താല്പര്യമില്ലാതെ നിൽക്കുന്ന ഡെയ്സിയെ നോക്കിയിട്ട് പറയുന്നു, ഇത് ഡേവിസ് മാത്രം കേൾക്കാനുള്ള കാര്യമല്ല ഞാൻ ഈ പറയുന്നത്, ഡെയ്സിയും കൂടെ കേൾക്കണം. കാരണം ഈ കരാർ നടപ്പിലാക്കുന്നത് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയാണ്. ഇതിൻ്റെ ഫലം അനുഭവിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും മാത്രമായിരിക്കും. അത് ദൈവകൃപയാൽ സന്തോഷം നിറഞ്ഞതാകാൻ പ്രാർത്ഥിക്കുക. കർത്താവ് കൂടെ ഉണ്ടാവും. അത്രയും നേരം എല്ലാം ക്ഷമയോടെ കേട്ടുനിന്ന ഡെയ്സി പറയുക, ഫാദർ, എൻ്റെ ഒരു സംശയവാ. ഞാൻ ചോദിക്കുന്നത് അവിവേകമാണെങ്കിൽ ഫാദർ അത് പൊറുക്കണം. അതിനെന്താ, മോള് ചോദിക്ക്. അപ്പോൾ ഡെയ്സി പറയുക, ദൈവം രൂപകൽപ്പന ചെയ്ത ഒരു പവിത്രമായ ഉടമ്പടിയാണ് വിവാഹമെന്ന് ഫാദർ പറഞ്ഞല്ലോ. ഇഷ്ടമില്ലാത്ത മനസ്സുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കണമെന്ന് ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഡെയ്സി അങ്ങനെ ചോദിക്കുമെന്ന് യോഹന്നാനോ ആൻ്റണിയോ ഡേവിസോ ഓർത്തില്ല. എന്തിന് ഫാദർ പോലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ചോദ്യം. അല്ലേ ഫാദർ? ഇല്ലെന്നാണ് എൻ്റെ അറിവ്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊരു ഉറപ്പിക്കൽ ചടങ്ങിൻ്റെ ആവശ്യം ഉണ്ടോ ഫാദർ? വിലക്കപ്പെട്ട കനി വിലക്കപ്പെട്ടതായി ഇരിക്കുന്നതല്ലേ ഫാദർ നല്ലത്? അതറിഞ്ഞുകൊണ്ട് കഴിക്കാൻ പ്രേരിപ്പിക്കുന്നത് കൊടിയ പാപമല്ലേ ഫാദർ? ഡെയ്സിയുടെ ചോദ്യങ്ങളെല്ലാം ന്യായമാണെന്ന് നമ്മുടെ ഫാദറിന് മനസ്സിലായി. എന്തുത്തരവാണ് ഇവളോട് ഞാനിനി പറയേണ്ടത്? യോഹന്നാനോട് എന്തു പറയും? ആകെ വിഷമിച്ചിരിക്കുവാണ് ഫാദർ. ഇത്രയും പറഞ്ഞിട്ട് ഈ ഡെയ്സി കരഞ്ഞുകൊണ്ട് അകത്തവളുടെ മുറിയിലോട്ട് ഓടിപ്പോവുകയാണ്. ആകെ അങ്കലാപ്പിൽ നിൽക്കുവാണ് ഫാദറും യോഹന്നാനും എല്ലാം. ഫാദർ ചോദിക്കുക, എന്താ യോഹന്നാനെ മോളി പറഞ്ഞിട്ട് പോയതല്ല? യോഹന്നാൻ ഒരു അഹങ്കാരത്തോടെ ഉറച്ച തീരുമാനത്തോടെ പറയുക, അച്ഛൻ തീയതി അങ്ങോട്ട് തീരുമാനിച്ചേരെ, അവളെ മണവാട്ടിയാക്കി ഒരുക്കിക്കൊണ്ടുവന്ന് നിർത്തുന്ന കാര്യം ഞങ്ങളേറ്റു. ഡെയ്സി അവളുടെ മുറിയിൽ വന്ന് കട്ടിലിൽ വീണ് കരയുവാണ്. ഈ സമയത്ത് ഇതൊന്നും അറിയാതെ ശിവൻ ഇങ്ങനെ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുവാണ്. കുടുംബശ്രീ ഹോട്ടലിൽ ശാരദാമ്മയും ശാരിയും കൂടെ അവിടെ വന്നവർക്കൊക്കെ ഭക്ഷണം വിളമ്പുകയും ഭക്ഷണം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുവാണ്. അപ്പോഴാ സമയത്തൊരു ജീപ്പ് അങ്ങോട്ട് വരുന്നുണ്ട്. അതിൽ ശാലിനിയും വിഷ്ണുവാണ് വരുന്നത്. അവരെ കണ്ടിട്ട് ശാരദാമ്മ പെട്ടെന്ന്, ഒരു മുന്നറിയിപ്പും ഇല്ലാതാണല്ലോ ഇവരുടെ വരവ്. ശാരദാമ്മ എളുപ്പം അവിടെ അടുത്തോട്ട് വന്നിട്ട് ചോദിക്കുന്നത്, ഇതെന്താ ഈ സമയത്ത് രണ്ടുപേരും കൂടി? അയ്യോ എൻ്റെ അമ്മേ, അതൊക്കെ അമ്മയുടെ മരുമകനോട് തന്നെ അങ്ങ് ചോദിച്ചാൽ മതി. ഒരു പ്രതീക്ഷയില്ലാത്ത സമയത്താണ് എന്നോട് പറയുന്നത് നമുക്ക് ശാരദാമ്മയെ പോയെന്ന് കാണാമല്ലോ എന്ന്. അപ്പോൾ വിഷ്ണു ശാലിനിയോട് പറയാം, അതെ, എനിക്ക് ഇന്നാണ് കാണണമെന്ന് തോന്നിയത്. അപ്പോൾ പിന്നെ 2 ദിവസം മുമ്പേ എനിക്ക് പറയാൻ പറ്റുമോ? വിഷ്ണു അങ്ങനെ പറഞ്ഞു കേട്ട് അവർ പൊട്ടിച്ചിരിക്കുക. ശാരിയാണെ ഹോട്ടലിൽ തന്നെ നിൽക്കുക. ശാരിയോട് പറഞ്ഞു, എന്താ അവിടെ തന്നെ നിൽക്കുന്നത്, ഇങ്ങോട്ട് വന്നേ എന്നിങ്ങനെ വിഷ്ണു വിളിക്കുമ്പോൾ ശാരിയും അങ്ങോട്ട് വരുവാണ്. അങ്ങനെ വിഷ്ണു കയ്യിലിരുന്ന ഒരു കവറെടുത്ത് ശാരിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊരു ചുടിദാറാണ്. ഞങ്ങളോടൊപ്പം തൃപ്പംകോട്ടയ്ക്ക് യാത്ര വരുന്നുണ്ടെങ്കിൽ ഇതിട്ടുകൊണ്ട് വേണം വരാൻ. അയ്യോ വിഷ്ണു, ഞാൻ വരുന്ന കാര്യമൊന്നും ഇതുവരെ ആലോചിച്ചിട്ടില്ല. അതിനെന്താ, ഇനിയും ആലോചിക്കാൻ സമയമുണ്ടല്ലോ. എന്നിട്ട് വിഷ്ണു ശാലിനിയോട്, കളക്ടർ മേഡം ഇങ്ങോട്ടൊന്ന് മാറി നിന്നേ എന്നും പറഞ്ഞ് മാറ്റിയിട്ട് ശാരദാമ്മയ്ക്ക് ഒരു കവർ കൊടുത്തിട്ട് പറഞ്ഞത് ശാരദാമ്മയ്ക്ക് ഒരു സാരി. യാത്രയ്ക്ക് എന്തായാലും ശാരദാമ്മ കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അയ്യോ മോനെ, ശാരിക്കും ഗോപാലേട്ടനും ഒന്നും വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. 1-2 ദിവസമൊക്കെ കടയടിച്ചിടാൻ പറ്റത്തില്ലല്ലോ മോനെ. അല്ല, ശാലിനിക്കും മക്കൾക്കും ഒന്നും മോൻ ഡ്രസ്സ് എടുത്തില്ലേ? അയ്യോ എൻ്റെ അമ്മ, ഇത് തന്നെ ഞാൻ കണ്ട് ഇപ്പോഴാണ് അറിയുന്നത്. ഇതെപ്പോൾ പോയി എടുത്തുവെന്ന് എനിക്ക് പോലും അറിയില്ല. ശാരദാമ്മ ശാരിയോട് പറയുന്നു, മോൾ എളുപ്പം ചെന്ന് 2 പേർക്കും കുടിക്കാൻ ചായ എടുക്ക്, എന്തെങ്കിലും കഴിക്കാൻ കൂടെ എടുക്കണേ. പെട്ടെന്ന് വിഷ്ണു ചിരിച്ചൊരു ജാളിതയോടെ പറയാം, എനിക്ക് ഈ ചായയും പലഹാരവും ഒന്നും വേണ്ട. ശാരദാമ്മയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഇല്ലേ, ഈ അവല് നനച്ചത്, എനിക്ക് അതുണ്ടാക്കി തരണം. അയ്യോ, അവല് നനച്ചതോ? അതേ ശാരദാമ്മേ, ഈ നെയ്ക്കകത്ത് തേങ്ങാക്കൊത്തുമൊക്കെ ഇട്ട് ഇങ്ങനെ വഴറ്റി എന്നിട്ട് അവലുമൊക്കെ ഇട്ട് അതിൽ സ്പെഷ്യലായിട്ട് പരിപ്പോ പട്ടാണിയോ എന്തൊക്കെ ഇടാറുണ്ടല്ലോ ശാരദാമ്മ. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതെന്താണെന്നറിയില്ല, എനിക്കിപ്പോൾ കഴിക്കാൻ തോന്നുക. ശാരദാമ്മ, എനിക്ക് അതുണ്ടാക്കിത്താ. അത് കേട്ടിട്ട് ശാലിനി പറയാം, അത് ശരി, അപ്പോഴെൻ്റെ അമ്മയെ കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയാണ് ഈ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നത് അല്ലേ? അപ്പോൾ ഹോട്ടലിനകത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ശാരദാമ്മയെ വിളിക്കുന്നുണ്ട്, ശാരദാമ്മയെ ചായ കിട്ടിയില്ലെന്നൊക്കെ.
പെട്ടെന്ന് വിഷ്ണു പറയാം, ശാരദാമ്മ ഞാനിന്ന് ചായ ഉണ്ടാക്കി കൊടുക്കാം. ഇന്ന് ഈ കടയിലെ മൊത്ത കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കാം. നിങ്ങൾ 2 പെണ്ണുങ്ങളോടെ ചേർന്ന് ശാരദാമ്മയെ ഒന്ന് പോയി സഹായിക്കുക എന്നിങ്ങനെ വിഷ്ണു പറയുവാണ്. ഞാൻ ഇന്ന് ഇവിടുന്ന് പോകുന്നത് ശാരദാമ്മയുടെ സ്പെഷ്യൽ അവല് നനച്ചതും കഴിച്ചിട്ടായിരിക്കും. അപ്പോൾ അവല് നനച്ചത് ശാരദാമ്മ കേമമായിട്ട് അങ്ങോട്ട് ഉണ്ടാക്കിക്കോ, ഞാൻ എൻ്റെ ഹോട്ടലിനകത്തോട്ട് പോവുകയാണ് എന്നും പറഞ്ഞ് വിഷ്ണു അവിടെ ചെന്ന് അവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുന്നു, സാമ്പാർ ഒഴിച്ചു കൊടുക്കുന്നു. കണ്ടോ അമ്മേ, ഈ അവല് നനച്ചത് കഴിക്കാൻ വേണ്ടിയാ ഇത്രയും ദൂരം ഓടി വന്നത്. ശാലിനി പറയുക, വാ മക്കളെ, ഇനി പറഞ്ഞിട്ടുണ്ടാക്കി കൊടുത്തില്ലെന്ന് വേണ്ട എന്നും പറഞ്ഞ് ശാരദാമ്മ സന്തോഷത്തോടെ അവല് നനയ്ക്കാനായിട്ട് ശാലിനിയും ശാരിയും കൂട്ടിയിട്ട് പോവുക. അങ്ങനെ ശാരദാമ്മ അവല് നനയ്ക്കുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്, വിഷ്ണു അല്ലെങ്കിലും പണ്ടേ ഇങ്ങനെ, ഞാൻ എന്തുണ്ടാക്കിയാലും അവനത് വലിയ ഇഷ്ടമാണ്. എന്നാലും പെട്ടെന്ന് ഇങ്ങനെ ഒരു തോന്നൽ ഇതിൻ്റെ കാര്യം മാത്രമല്ലമ്മേ, എല്ലാ കാര്യങ്ങൾക്കും ആലോചിച്ച് നിൽക്കാതെ എടുത്തു ചാടി അങ്ങ് പുറപ്പെടും. അമ്മയ്ക്ക് കേൾക്കണോ, ഞാനിപ്പോൾ ഗുരുവായൂർ പോകണമെന്ന് പറഞ്ഞാൽ മതി, വീട്ടിൽ കുട്ടികൾ കാത്തു നിൽക്കുമെന്ന ഒന്നും ഒരു ചിന്തയും കാണില്ല. എന്നെയും കൊണ്ട് നേരെ ഗുരുവായൂരിലോട്ട് അങ്ങ് പോയി കളയും. അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് കുട്ടികളെയും കൊണ്ട് പോകാമെന്നോ അല്ലെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിലെല്ലാവരെയും കൂട്ടി പോകാമെന്നോ ഒന്നും ചിന്തിക്കത്തില്ല. നാളെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിക്കും, അതുകൊണ്ട് ഇന്ന് തന്നെ എല്ലാം ചെയ്തു തീർക്കണമെന്നാണ് പറയുന്നത്. അത് സ്നേഹക്കൂടുതൽ കൊണ്ടാണ് മോളെ. എല്ലാവരും സ്നേഹിക്കാനേ വിഷ്ണുവിന് അറിയാവുള്ളൂ. നമ്മളെല്ലാവരും കൂടെ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന് വിഷ്ണു ഇടയ്ക്കിടയ്ക്കൊക്കെ പറയാറുണ്ട്. ഈ തൃപ്പങ്കോട്ട് തീർത്ഥയാത്ര അവന് സന്തോഷത്തോടെ പോകാമെന്ന് ഏറ്റിരിക്കുമല്ലേ. ചാരിക്ക് പെട്ടെന്നൊരു സംശയം, അല്ലമ്മേ കടയിൽ ചായ വേണ്ടവർക്കൊക്കെ ചായ കൊടുത്തു കാണുമോ എന്തോ. അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല, ഭംഗിയായിട്ട് വിഷ്ണു അതൊക്കെ ചെയ്തു കാണും. അക്കാര്യത്തിലൊക്കെ അവൻ മിടുക്കന്. അങ്ങനെ വിഷ്ണു ആ ഹോട്ടലിലെ കാര്യങ്ങളൊക്കെ നോക്കി അവസാനം വെള്ളമൊക്കെ ഒഴിച്ച് ടേബിളൊക്കെ തുടയ്ക്കുക. അത് കണ്ടുകൊണ്ടാണ് ശാരദാമ്മ അങ്ങോട്ട് വരുന്നത്. അയ്യോ മോനിതൊന്നും ചെയ്യണ്ട, ഇതൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ കയ്യിൽ ആ തുണി അങ്ങ് മേടിക്കുക. വേണ്ട പൈസയൊക്കെ കൃത്യമായിട്ട് വാങ്ങിച്ച് ഞാൻ നാണ്ടാ മേശയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട്. ഓ ശരി മോനെ, അപ്പോൾ മോൻ കച്ചവടമൊക്കെ പഠിച്ചോ? വിഷ്ണു ചിരിച്ചോണ്ട് പറയാ, നമ്മളുടെയൊക്കെ ജീവിതം തന്നെ വലിയൊരു കളരിയല്ലേ ശാരദാമ്മേ, പക്ഷെ എത്ര പഠിച്ചാലും തീരില്ല, പിന്നെ തീരുന്നത് എന്നിങ്ങനെ പറയുമ്പോഴേ ശാലിനി വിഷ്ണുവേട്ടൻ ഇപ്പോൾ എന്ത് പറഞ്ഞാലും കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്ന ഇങ്ങനെയുള്ളൊരു സംസാരത്തിലാണ്. അതൊരു സത്യമല്ലേടോ എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയുടെ കയ്യിലിരിക്കുന്ന അവല് പെട്ടെന്ന് അങ്ങ് വാങ്ങിക്കുവാണ്. മൂടിപ്പൊതിഞ്ഞ് വെച്ചിരിക്കുക, ഇങ്ങോട്ട് തന്നെ എന്നും പറഞ്ഞ് ആ പാത്രത്തിൽ അവല് വാങ്ങി ഇങ്ങനെ സന്തോഷത്തോടെ കഴിക്കുവാണ്. എന്നിട്ട് പറയാം, ഇപ്പം തന്നെ ഞാൻ പറയാം, ശാരദാമ്മയുടെ കയ്യിൽ നിന്ന് ഈ അവല് വാങ്ങി കഴിക്കാൻ എനിക്ക് തോന്നി. ഇന്നിപ്പോഴിത് എനിക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ നാളത്തെ കാര്യം പറയാനുണ്ടോ? അതാണല്ലോ മനുഷ്യൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ശാലിനി വിഷമത്തോടെ, ഇത് കണ്ടോ അമ്മേ? അയ്യോ എൻ്റെ ശാലിനി തന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല, അത് സത്യം തന്നെയല്ലേ. ശാരദാമ്മ അവല് നനച്ചത് സൂപ്പർ, എന്നാൽ ശാലിനി നമുക്ക് ഇറങ്ങിയാലോ? വിഷ്ണു ഇങ്ങനെ ചിരിച്ച് പറയുന്നെങ്കിലും അവർക്കൊക്കെ മനസ്സിലൊരു സങ്കടം. എന്താ വിഷ്ണു ഇങ്ങനെയൊക്കെ പറയുന്നത്? ശാരദാമ്മ ചോദിക്കും, അപ്പോഴീ അവല് മുഴുക്ക കഴിക്കണ്ടേ? ഒരു വിഷമത്തോടെ വിഷ്ണു പറയാം, ആ മോഹം അങ്ങ് തീർന്നു, പക്ഷെ ഞാനിത് വീട്ടിലോട്ട് കൊണ്ടുപോവാ, വീട്ടിലിരുന്ന് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാമല്ലോ. ഓരോരോ തോന്നല ശാരദാമ്മേ, ചുമ്മാതൊരു രസം. ഉള്ളിലെ സങ്കടം ഒതുക്കി പുറമേ ചിരിക്കാൻ ശ്രമിക്കുവാണ് വിഷ്ണു. എന്നിട്ട് പറയുക, എന്നാലേ ഇനി ഉച്ചയ്ക്ക് ഊണിനുള്ള ആൾക്കാരൊക്കെ വരാറായില്ലേ, ശാരദാമ്മയ്ക്ക് ജോലി തിരക്കായിരിക്കും, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്നാൽ വരട്ടെ അമ്മേ, ഇനി ഇതുപോലുള്ള തോന്നലുകൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ വരാം എന്ന് ശാലിനി പറയുക. അങ്ങനെ വിഷ്ണുവും ശാലിനിയും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുവാണ്. വിഷ്ണുവിൻ്റെ ഈ പെരുമാറ്റമൊക്കെ കണ്ട് ശാരദാമ്മയ്ക്ക് എന്തൊക്കെയോ ഒരു സംശയവും വിഷമവും തോന്നുന്നു. ശാരദാമ്മ പറയുക, ഈ വിഷ്ണുവിന് ഇതെന്താ പറ്റിയത്? അപ്പോൾ ഫ്രണ്ട്സ്, വിഷ്ണു എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് തീർക്കുവാണ്. അവനെ സ്നേഹിക്കുന്നവരെ കഷ്ടപ്പെടുത്തരുതെന്നും തിരിച്ച് സ്നേഹം എത്രത്തോളം കൊടുക്കാൻ പറ്റുമോ അതാണ് വിഷ്ണുവിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഇനി വിഷ്ണുവിൻ്റെ അസുഖം ശാലിനി മനസ്സിലാക്കുമോ? അത് മനസ്സിലാക്കി ശാലിനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.